നമസ്കാരം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നിരവധി നിഗൂഢമായ ക്ഷേത്രങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിശ്വാസങ്ങളാണുള്ളത്. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങൾ മുതൽ ആരാധിക്കുന്ന രീതി വരെ എല്ലായിടത്തും വ്യത്യസ്തമാണ്. എന്നാൽ സംസ്കാരത്തിനോ വിശ്വാസത്തിനോ ആയി പേരുകേട്ട ചെറുതും വലുതുമായ ഒരുപാട് പുരാതന ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. നിഗൂഢമായ കാരണങ്ങളാൽ പ്രശസ്തമായ അത്തരം ചില ക്ഷേത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം. ദക്ഷിണേന്ത്യയിൽ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രം ഏറ്റവും അത്ഭുതകരമാണ്. കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നു. ഇവിടെ വരുന്നവർ ദേവിയെ കുറുമ്പ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നടക്കുന്ന ആരാധനകളും ആചാരങ്ങളും ദേവിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണെന്നാണ് വിശ്വാസം. അടുത്തത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ലേപാക്ഷി എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രമാണ്. ഇവിടെയുള്ള തൂണുകളുടെ പേരിലാണ് ഈ ക്ഷേത്രം ലോകമെമ്പാടും പ്രശസ്തമായത്. 70 തൂണുകളുള്ള ഈ ക്ഷേത്രത്തിൽ ഒരു തൂണ് മുഴുവൻ ഭാരവും താങ്ങി വായുവിലാണ് നിൽക്കുന്നത്. ക്ഷേത്രത്തിൽ നിലം തൊടാതെ നിൽക്കുന്ന ഈ തൂണാണ് ആകാശസ്തംഭമായി ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഈ സ്തംഭം നിലത്തുനിന്ന് ഏകദേശം 1/2 ഇഞ്ച് ഉയരത്തിലാണുള്ളത്. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന ഈ തൂണിന്റെ അടിയിലൂടെ ഒരു തുണി വിരിച്ച് പുറത്തെടുത്താൽ ആ വ്യക്തിയുടെ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും എപ്പോഴും വസിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. വിനോദസഞ്ചാരികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് രാജസ്ഥാനിലെ ബിക്കനീറിലെ കർണി മാതാ ക്ഷേത്രം. ഈ ക്ഷേത്രം കർണി മാതാവിന് സമർപ്പിച്ചിരിക്കുന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്ന ദുർഗാദേവിയുടെ അവതാരമാണ് കർണി മാതാവെന്നാണ് ഇവിടെ താമസിക്കുന്നവർ വിശ്വസിക്കുന്നത്. ചരൺ ജാതിയിൽപ്പെട്ട ഒരു യോദ്ധാവായിരുന്നു കർണി മാത. കർണി മാതയ്ക്ക് സമർപ്പിക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ബിക്കനീറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ദേശ്നോക് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏറ്റവും പ്രസിദ്ധമാണ്. ബിക്കനീറിലെ കർണി മാതാ ക്ഷേത്രം 25,000-ലധികം എലികളുടെ ആവാസ കേന്ദ്രമാണ്. അവ പലപ്പോഴും ഇവിടെ വിഹരിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ വിവിധ കോണുകളിൽ നിന്നും വിദേശത്തു നിന്നും ആളുകൾ ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ എത്തുന്നത്. മറ്റൊരു ക്ഷേത്രമാണ് സ്തംഭേശ്വര മഹാദേവ ക്ഷേത്രം. ഇന്ത്യയിലെ അവിശ്വസനീയവും നിഗൂഢവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധി നഗറിൽ നിന്ന് 175 കിലോമീറ്റർ അകലെ ജംബുസാറിലെ കവി കമ്പോയ് ഗ്രാമത്തിലാണ് സ്തംഭേശ്വര മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലാലും ഗംബട്ട് ഉൾക്കടലാലും ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിന് 150 വർഷത്തെ പഴക്കമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മഹത്വം കാണണമെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ തങ്ങേണ്ടി വരും. പകൽ സമയങ്ങളിൽ ഈ ക്ഷേത്രം പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്രത്യക്ഷമായതിനു ശേഷം ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം പോലും കാണാനാകില്ല. വേലിയേറ്റ സമയത്ത് ദിവസവും ഈ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങും. പിന്നീട് വെള്ളം നീക്കിയ ശേഷം വീണ്ടും ഭക്തർക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കും. ശിവന്റെ പുത്രനായ കാർത്തികേയനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് വിശ്വാസം. ഇന്ത്യയിലെ പ്രസിദ്ധമായ മറ്റൊരു ക്ഷേത്രമാണ് ഗുവാഹത്തിയിലെ കാമാഖ്യ ദേവി ക്ഷേത്രം. 52 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. അഘോരികളുടെയും താന്ത്രികരുടെയും ശക്തി കേന്ദ്രമായാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഈ ക്ഷേത്രത്തെ കാണുന്നത്. അസമിന്റെ തലസ്ഥാനമായ ദിസ്പൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ നിലഞ്ചൽ പർവ്വതത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മാതൃദേവതയുടെ വിഗ്രഹമോ ചിത്രമോ ഇല്ല എന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. പകരം ഇവിടെ ഒരു കുളമുണ്ട്. അത് എല്ലായ്പ്പോഴും പൂക്കളാൽ മൂടപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ യോനിയാണ് ആരാധിക്കുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണു തന്റെ ചക്രം ഉപയോഗിച്ച് സതിയെ 51 ഭാഗങ്ങളായി വിഭജിച്ചു. ഈ ഭാഗങ്ങൾ വീണ സ്ഥലമെല്ലാം ഒരു ശക്തിപീഠം രൂപപ്പെട്ടു എന്നാണ് വിശ്വാസം. മധ്യപ്രദേശിലെ ബുർഹാൻപൂർ ജില്ലയിലെ അസിർഗഡിലെ ശിവക്ഷേത്രം പ്രാചീന മഹത്വമേറിയ ഒരു ക്ഷേത്രമാണ്. അസിർഗഡ് കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിന്റെ പ്രാചീന മഹത്വം പല മതഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഈ പുരാതന ശിവക്ഷേത്രത്തിലെ ഭോലേനാഥിനെ ദർശിക്കുന്നതിനായി പല ദിക്കുകളിൽ നിന്നുള്ള ഭക്തർ അസിർഗഡിലെ കോട്ടയിൽ എത്താറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ക്ഷേത്രം അടച്ചിട്ടുണ്ടെങ്കിലും രാവിലെ ക്ഷേത്രത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ ശിവലിംഗത്തിൽ പൂക്കളും ചന്ദനവും തെളിയുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ വലിയ രഹസ്യം.